നല്ല പടം നല്ല പടം കൊള്ളാം, നല്ല പടം. ഫാമിലി എൻ്റർടൈനറാണ്. ഈ ഉണ്ണിമുഖത്തിൻ്റെ ഈ ഒരു ക്യാരക്ടർ അദ്ദേഹം എടുക്കുമെന്ന് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ചേഞ്ചസ് ഉള്ളൊരു ഫിലിം കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇറങ്ങി വരുന്നത്. എനിക്ക് തോന്നുന്നു ഉണ്ണി എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ സംബന്ധിച്ചും വേഴ്സിറ്റാലിറ്റി കാണിക്കാൻ ഇത്രയും നല്ലൊരു അവസരം വേറെ ഇല്ല. ഒരു ചേഞ്ചസ് ഉള്ളൊരു ഫിലിം കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇറങ്ങി വരുന്നത്. ഒരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ്. അതിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ റോളാണ് ഉണ്ണിമുഖത്ത് ചെയ്യണത്. ആ മസിൽ പിടുത്തമൊക്കെ വിട്ടിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ പുള്ളി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിഖിലവിലും ഉണ്ണിമുഖത്തിനുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ നല്ല രസമുണ്ട്. പിന്നെ നിഖിലവിലിൻ്റെ ഒരു നമ്മൾ സെയിം കണ്ടുകൊണ്ടിരിക്കുന്ന ആക്ടിങ് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് സീൻസൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കുറേ ക്വസ്റ്റ്യൻസൊക്കെ ആഫ്റ്റർ മാരേജിന് ശേഷം എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നത് അതിൻ്റെ ബേസിലാണ്. അപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ സെയിം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതെങ്ങനെ പുള്ളി ഫേസ് ചെയ്യുന്നു എന്നുള്ളതിനാണ് പടം പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന പടം തന്നെയാണെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നു. വർത്ത് വാച്ചിട്ട് ഫിലിം തന്നെയാണ്. കൊള്ളാം. ഒരു നടനൊരു നമ്മൾ പറയാം സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആവുക. ഇപ്പോഴുള്ള എല്ലാ സ്റ്റാറുകളും അങ്ങനെയാണ് ഉണ്ടായത്. ഒരു തരത്തിലുള്ള ഒരേപോലെയുള്ള പാറ്റേണിലുള്ള റോളുകൾ ചെയ്യാതെ വ്യത്യസ്തത ചെയ്യുമ്പോഴാണല്ലോ അദ്ദേഹം ഒരു സ്റ്റാറായി മാറുന്നത്. അപ്പോൾ ഈ ഉണ്ണിമുഖത്തിൻ്റെ ഈ ഒരു ക്യാരക്ടർ അദ്ദേഹം എടുക്കുമെന്ന് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മസ്കുലിനൊരു അപ്പിയറൻസും ആ ഒരു മാച്ച് അപ്പിയറൻസിൽ പക്ഷേ ഈ റോൾ വളരെ അനായാസം അദ്ദേഹം കൈകാര്യം ചെയ്തു. ഉണ്ണിമുഖത്തിൻ്റെ ആ നിഖിലവിമലിൻ്റെ ആ കെമിസ്ട്രി ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ റോള് തന്നെയാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നതും കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അത് തന്നെയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് വിജയിച്ചിട്ടുണ്ട്. കാരണം മാർക്കോയുടെ അതേ ഒരു സമയത്താണ് ഇതിൻ്റെ ഷൂട്ട് നടന്നത്, പാരലലി നടന്നതാണ്. പക്ഷേ അതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ഒരു ഡോക്ടർ കഥാപാത്രത്തിലേക്ക് ഉണ്ണിമുഖം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ യുവനടന്മാർ ഇങ്ങനെ വെറൈറ്റികൾ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ പ്രോത്സാഹിക്കണം. നമ്മളിപ്പോഴുള്ള എല്ലാ സ്റ്റാറുകളും സൂപ്പർ സ്റ്റാറുകളും ഇങ്ങനെ വ്യത്യസ്തമായ റോളുകൾ ചെയ്തുകൊണ്ട് വന്നതിനാണ്. കൊള്ളാം, നല്ല പടം, നല്ല പടം. ഉണ്ണിയും നിഖിലയും തമ്മിലുള്ള കോമ്പോ നല്ലൊരു ജോഡി തന്നെയായിരുന്നു അവർ. തീർച്ചയായിട്ടും ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാവർക്കും കണ്ട് ചിരിച്ച് ഫാമിലി മൊത്ത് ആഘോഷിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് ഗെറ്റ് സെറ്റ് ബേബി. നല്ല പടം നല്ല പടം. പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം. ഒരു ആക്ഷനിൽ നിന്ന് മാറി പെട്ടെന്ന് തന്നെ ഇത് മാറി നന്നായി. കുഴപ്പമില്ല, നല്ലൊരു പടം. പക്ഷേ ഇത് മുമ്പ് വന്നിട്ടുണ്ട് ഉള്ള പടങ്ങളൊക്കെ. എന്നാലും നല്ലപോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നല്ല സിനിമ. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ സിനിമ കേട്ടോ. കുഴപ്പമില്ല, നല്ല പടം. കുട്ടികളില്ലാത്തവരുടെ വിഷമം മനസ്സിലാക്കുന്ന ഒരു മൂവി. ഒരു ഡോക്ടറുടെ പ്രസൻസ് എങ്ങനെ വേണം എന്നുള്ളത് മൊത്തത്തിൽ അതിൽ കാണിക്കുന്നുണ്ട്. ഉണ്ണിമുഖത്തിൻ്റെ സെലക്ഷനും കൊള്ളാം. ഇങ്ങനെ എപ്പോഴും ഈ മസിൽ പിടിച്ചുള്ള പടം അല്ലാതെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഉണ്ണിമുഖത്തിന് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. അല്ലാതെ മസിൽ പിടിച്ച് ഫൈറ്റും മാത്രം കൊണ്ട് കടന്നാൽ നടക്കില്ല. ഇത് കൊള്ളാം, നല്ല സെലക്ഷനാണ്. ഒരു മൊത്തത്തിൽ കുഴപ്പമില്ലാത്തൊരു പടമാണ്. നല്ല ഒരു ഫാമിലി മൂവിയാണ്. ഒരു ഫീൽ ഗുഡ് ട്രാക്കി പോകുന്ന ഒരു പടമാണ്. എനിക്ക് വളരെ നല്ലോണം ഇഷ്ടപ്പെട്ടു. ഉണ്ണിമുഖത്തിൻ്റെ ഒരു ലൈറ്റ് ഹാർട്ടഡ് എൻ്റർടൈനറാണ്. ഫാമിലി ഓഡിയൻസിന് എന്തായാലും കാണാൻ പറ്റിയൊരു മൂവി തന്നെയാണ്. ഒരു കോമഡി ട്രാക്കിൽ പോയി എന്നാൽ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇമോഷണലായിട്ട് പോകുന്നൊരു മൂവിയാണ്. ലാസ്റ്റ് ഒരു നല്ലൊരു ഫീൽ ഗുഡ് എൻഡിങ് ആണ് പടം. മൊത്തത്തിൽ എന്തായാലും ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു പടം തന്നെയാണ്. ഇപ്പം മാർക്കൊക്കെ ശേഷം ഈ ഫാമിലി ഓഡിയൻസിന് ഉണ്ണിമുഖത്തിനോടുള്ള ചിലപ്പോൾ ഒരു ഇതുണ്ടാവും. പക്ഷേ അത് മാറ്റി എല്ലാവർക്കും കാണാൻ പറ്റിയൊരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. ഒരു എൻജോയ് ചെയ്ത് നല്ലോണം. ഭയങ്കര നല്ല കളർഫുൾ മൂവിയായിരുന്നു. അപ്പോൾ എല്ലാവരും പോയി കാണണം. ഗംഗയുടെ ഒക്കെ ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ്. പ്രേക്ഷകർ ഭയങ്കര ഹാപ്പിയാണ്. അത് ഞങ്ങൾ വിനയോടും പറയായിരുന്നു. നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ. നല്ലതാണ്, പോയി കാണണം എന്നുള്ള രീതിയിൽ. സോ എല്ലാവരും എന്തായാലും പോയി കാണാം. ഇത് കള്ളിൻ്റെ ഭാഗമല്ല. ഇമോഷൻ സീനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ ആദ്യമായിട്ടാണ് നേരത്തെ കണ്ടത്. നമ്മൾ ആദ്യമായിട്ടാണ് മൂവി കാണണേ. അപ്പം ഫുൾ മൂവി ആദ്യം കണ്ടതിൻ്റെ എക്സ്പീരിയൻസിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയും. ഒരു ഫൺ മോഡ് കാണാം. പിന്നെ നിഖിലയുടെ ഒരു കുറുമ്പ് ഒക്കെ നന്നായിട്ടുണ്ട്. നല്ല മൂവി, നല്ലൊരു എൻഗേജിങ്, നല്ല ഫൺ. എല്ലാവരും കുട്ടികളും ഫാമിലി എല്ലാവരുമായിട്ട് കാണാൻ വീട്ടിലെ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന മൂവിയാണ്. ആൻഡ് നിഖില ഉണ്ണി കോംബോ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അവരുടെ കെമിസ്ട്രി സൂപ്പറാണ്. ഭയങ്കര ഒരു എന്താ പറയുക, നല്ല എല്ലാവർക്കും ഇഷ്ടം. ഇപ്പോൾ ഉള്ള മൂവീസിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു മൂവിയാണ്. നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്. പിന്നെ നല്ല റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഡിഫറൻറ്റ്. നിങ്ങൾ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു പടം? അതെന്താ കാണാൻ പറ്റാഞ്ഞേ? ആണോ? എനിക്ക് ആക്ച്വലി നിങ്ങളോട് എല്ലാവരോടും എങ്ങനെ ഉണ്ടായിരുന്നു പടം എന്ന് ചോദിക്കാനാണ് തോന്നുന്നത്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഡബ് ചെയ്യുമ്പോൾ നമ്മുടെ പോർഷൻസ് കണ്ടതല്ലാതെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫുള്ളായിട്ട് മൂവി കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ളൊരു ഫാമിലി മൂവി ആയിട്ട് തോന്നി. പറയേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്ന പോലെ നമുക്ക് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. എനിക്ക്
തോന്നുന്നു ഉണ്ണി എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ സംബന്ധിച്ചും വേഴ്സിറ്റാലിറ്റി കാണിക്കാൻ ഇത്രയും നല്ലൊരു അവസരം വേറെ ഇല്ല. മാർക്കോ പോലെ ഒരു എക്സ്ട്രീംലി വയലൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയിൽ നിന്ന് ഇതുപോലെ വളരെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി എന്ന് പറയുമ്പോൾ നല്ല രസമുണ്ട്. ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡോക്ടർ അർജുൻ്റെ. ഇല്ലേ, നല്ല രസമായിട്ട് നീ കണ്ടില്ലല്ലോ, കണ്ട ആൾക്കാർക്ക് ഇഷ്ടമായില്ലേ ആ ഒരു ചേഞ്ച്? മാർക്കോ ഒക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണോ നിങ്ങൾ? ഒരു വേഴ്സിറ്റാലിറ്റി കണ്ടപ്പോൾ നിങ്ങൾക്ക് ആസ് എൻ ആക്ടർ അത് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നി. എനിക്ക് വളരെ ഇഷ്ടമായി.